ഹായ് ഗായ്സ്, അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കരുതുന്നു. ഇവിടുത്തെ ഞാനും വാവച്ചി എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇപ്പോൾ പക്ഷെ വാവച്ചി അടുത്തില്ല കേട്ടോ. എൻ്റെ വാവച്ചി അംഗൻവാടി പോയേക്കുവാണേ. അപ്പോൾ ഇന്ന് തിങ്കളാഴ്ചയായിട്ട് വാവച്ചിക്ക് ഇത്തിരി മടി ഉണ്ടായിരുന്നു അംഗൻവാടി പോകാൻ. എന്താണെന്ന് വെച്ചാൽ രാവിലെ എണീറ്റ് റെഡിയൊക്കെ ആയപ്പം കുഴപ്പമൊന്നുമില്ലായിരുന്നു. നമ്മൾ കുറച്ച് നേരം കൊണ്ടുവിടാൻ പോയപ്പോഴത്തേക്കും പകുതി ദൂരെത്തി, പകുതിയല്ലോ, ജസ്റ്റ് ഒരു 2-3 മിനിറ്റ് ആയപ്പോഴത്തേക്കും വാവച്ചിക്ക് പെട്ടെന്ന് വീട്ടിൽ പോകണം എന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഓർത്തു ഇന്ന് മിക്കവാറും പോകത്തില്ലായിരിക്കും എന്ന് ഓർത്തു. അങ്ങനെ നമ്മൾ വീട്ടിൽ വന്നപ്പോഴത്തേക്കും ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും വാവച്ചി ഓക്കെ ആയിട്ട് വാവച്ചി പോയി, അംഗൻവാടിയിൽ പോയിട്ടോ. അപ്പം ഞാൻ കുറച്ച് അതിന് ശേഷം ഞാൻ ഫോൺ ചെയ്ത് നോക്കി. അപ്പം ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതിപ്പോൾ വരാറായിട്ടുണ്ട്. അപ്പം ഞാൻ രാവിലെ അങ്ങനെ പ്രത്യേകിച്ച് എടുത്ത് ചോദിച്ചില്ല എന്താ പ്രശ്നമെന്ന്. കാരണം ഞാൻ ചോദിക്കാൻ പോയപ്പോഴത്തേക്കും ഓക്കെ ആയിട്ട് പോകാൻ റെഡിയായി. പിന്നെ ഇന്ന് വന്നിട്ട് വേണം ചോദിക്കാൻ എന്താണ് വാവച്ചിക്ക് സങ്കടം വന്നതെന്ന് ചോദിക്കണം. അപ്പം ഞാൻ ഇപ്പോൾ വെയിറ്റ് ചെയ്യാണ്. അങ്ങനെ അപ്പം ഇന്ന് ഒരു തിങ്കളാഴ്ച ദിവസമാണ്. ചിലപ്പോൾ തിങ്കളാഴ്ച ആയതിൻ്റെ മടിയാണോ എന്ന് നമുക്കറിയത്തില്ല. വരട്ടെ, വാവച്ചിനോട് ചോദിക്കാം. ഈ ഇടയ്ക്ക് നമ്മുടെ മറയിലുള്ള ബ്യൂട്ടി പാർലറുണ്ട്, ഹെവൻ ബ്യൂട്ടി കെയർ ആൻഡ് സ്റ്റിച്ചിങ്. അവിടെ പോയിട്ട് മുടി ഒന്ന് കട്ട് ചെയ്ത് സ്മൂത്തനിങ് ഒക്കെ ചെയ്ത് സെറ്റപ്പായിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം എന്താ പറയുക, ഞാൻ അവിടെ 3 പ്രാവശ്യം പോയിട്ടുണ്ട്. ഒന്ന് ഹെയർ കളർ ചെയ്യാൻ, പിന്നെ ഇപ്പം കട്ട് ചെയ്യാനും സ്മൂത്തനിങ് ചെയ്യാനും, പിന്നെ വാവച്ചിക്ക് ഹെയർ കട്ട് ചെയ്യാനും പോയിട്ടുണ്ട് കേട്ടോ. അപ്പം അവിടുത്തെ സർവീസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു സർവീസാണ്. അതേപോലെ ആ ചേച്ചിയുടെ എന്താ പറയുക പെരുമാറ്റമൊക്കെ ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും മറയിലുള്ളവർക്ക് എന്തെങ്കിലും ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും അത്യാവശ്യമായിട്ട് ബ്യൂട്ടി പാർലറിൽ പോകണമെങ്കിൽ നല്ലൊരു ബ്യൂട്ടി പാർലറാണ് ഹെവൻ ബ്യൂട്ടി കെയർ ആൻഡ് സ്റ്റിച്ചിങ്. അപ്പം എനിക്കിത് പറയാൻ തോന്നി. കാരണം ഞാൻ മറയൂരിൽ എന്താ പറയുക നല്ലൊരു ബ്യൂട്ടി പാർലർ ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു. ഇതുവരെ അങ്ങനെ മറയൂർ നല്ലൊരു ബ്യൂട്ടി പാർലർ കണ്ടിട്ടില്ല. അപ്പം ജസ്റ്റ് ഞാൻ അവിടെ പോയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. 3 പ്രാവശ്യം ഞാൻ അവിടെ പോയിട്ടുണ്ട്. അപ്പം 3 പ്രാവശ്യം എനിക്ക് നല്ലൊരു സർവീസ് അവർ തന്നു. അപ്പം അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയാൻ എനിക്ക് തോന്നിയത് കേട്ടോ. അപ്പം അങ്ങനെ പിന്നെ അപ്പോൾ വാവച്ചി വേറെ ആയിട്ടുണ്ട്. വാവച്ചി ഇതെന്തൊക്കെ എൻ്റെ ജോയി ആരാ വാങ്ങി തന്നേ? ആഹാ, അതെ മുടിയൊക്കെ ഇരിക്കണോ നോക്കി പൊട്ടിച്ചേരാം. ഇതിൻ്റെ കിൻഡർ ജോയ് ഇപ്പം വാങ്ങിച്ചേ? ഓഹോ, കഴിക്കണോ? അത് വാവച്ചി കയറി വാവച്ചി ബാഗ് ഊരിടോ. രാവിലെ എന്തിനാ കരഞ്ഞത്? ചുമ്മാതെയോ? അംഗൻവാടി പോകണ്ട, എനിക്ക് വീട്ടിൽ പോകണം എന്ന് പറഞ്ഞ കരഞ്ഞെന്തിനാ? ആ പിന്നെ എന്തിനാ കരഞ്ഞേ? ചുമ്മാതെയോ? ഓ ഓ, പൊട്ടിച്ച് നോക്ക്. നോക്കട്ടെ മമ്മ. ഇതിലായിരിക്കും ടോയ് ഇരിക്കുന്നത്. അല്ല, ഇതിലാണ് ടോയ് ഇരിക്കുന്നത്. ഇതിലാണ് ടോയ് ഇരിക്കുന്നത്. ടോയ് വേണോ ഇത് വേണോ? ആദ്യം ഏതാ ഫസ്റ്റ് വേണ്ട കഴിക്കാൻ? ഫസ്റ്റ് കഴിക്കാനല്ലേ കഴിക്കാൻ പറ്റുള്ളൂ. മാറിപ്പോയി കഴിക്കാൻ പോകണം ആദ്യം. കഴിക്ക്. എനിക്ക് ടേസ്റ്റ് ചെയ്യാൻ തരുമോ? ഗുഡ് ഗേളാണല്ലോ. വേഗം കഴിക്കുക. എന്നിട്ട് ഡ്രസ്സൊക്കെ മാറി ഫ്രഷ് ആവണ്ടേ. എങ്ങനെയുണ്ട്? നല്ലതാ? ശരി, എന്തിനാ കരഞ്ഞ ആദ്യം പറ. അത് ചുമ്മാ കരഞ്ഞതാണോ? അംഗൻവാടി ഇഷ്ടമല്ലെന്ന് പറഞ്ഞു. അതെന്തിനാ ചുമ്മാ കരഞ്ഞോ? മടിയായിപ്പോയോ? അതെന്താ പെട്ടെന്ന് മടിയാകാൻ കാരണം? ഇഷ്ടമല്ലാത്തതുണ്ടോ? ശരി, വാ നമുക്ക് ഫ്രഷ് ആകാം. ഡ്രസ്സൊക്കെ മാറണ്ടേ? ടോയ് നോക്കുതാ. ടോയ് ഉണ്ട് കുട്ടിക്ക്. നോക്കുന്നത് സംഭവം ഈ എപ്പോഴും ചോക്ലേറ്റ്സും മിഠായി വാങ്ങിച്ച് കഴിക്കണം നല്ലതല്ല കേട്ടാ. കുട്ടിക്ക് നോക്ക്. എന്ത് ടോയാണ്? ഇതിലുണ്ടാവും. ഇതാണോ ടോയ്? ആ സ്റ്റിക്കർ എടുത്ത പിന്നെ പറഞ്ഞു പോകത്തില്ലേ ഒട്ടിച്ചില്ലെങ്കിൽ?
നീ എന്നെ ഒട്ടിച്ചു, ഞാനല്ലല്ലോ ഒട്ടിച്ചത്. ആ ചെയ്തോ. ഓക്കേ. ഇങ്ങനെ അടച്ചിട്ട് ഇങ്ങനെ അടച്ചിട്ട് ഇങ്ങനല്ലേ സ്റ്റിക്ക് ചെയ്യണം. സ്റ്റിക്ക് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇങ്ങനെയാണ് സ്റ്റിക്ക് ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ ഗൈസ്. ഓ ഇങ്ങനെയാണോ സ്റ്റിക്ക് ചെയ്യണത് ഗൈസ്? ശരി വാ നോക്കട്ടെ. കൊള്ളാം. ശരി, ഡ്രസ്സ് മാറാം, ഫ്രഷ് ആകാം. വരൂ. അംഗൻവാടി വന്ന് ഫ്രഷായി ഫുഡ് കഴിക്കുക. കഴുകി കളിക്കണ്ട. നീ അവച്ച് അംഗൻവാടിയിൽ നിന്ന് വന്നിട്ട് ഫ്രഷ് ആകാൻ കുറച്ച് സമയം എടുത്തു അല്ലേ? ഫ്രഷ് ആകാൻ വിളിച്ചോണ്ടിരുന്നു, പക്ഷെ വന്നില്ല. അവസാനം പിടിച്ചു കൊണ്ടുപോയി. അല്ലെങ്കിൽ പിന്നെ കളിക്കാൻ സമയം കിട്ടത്തില്ല. ഇപ്പം തന്നെ 5 മണി കഴിഞ്ഞു. അവച്ചിയുടെ ഫ്രണ്ട് 6 മണി വരെ കളിക്കത്തുള്ളൂ. അത് ഇനി വീട്ടിൽ പോകത്തില്ലേ? അപ്പം വേഗം കഴിച്ച് കളിക്കണം. കളിക്കേണ്ട സമയമായി. വേഗാട്ടെ അല്ലേ? അപ്പം ഇനി നാളെ അംഗൻവാടി പോണ്ട. എന്ത് ലീവ്? നാളെ എന്തിനാ ലീവ്? ചുമ്മാ പറഞ്ഞു വിടുക. നാളെ ലീവ്. പിന്നെ പിന്നെ എപ്പോഴാണോ ലീവ്? ഇനി നാളെ 2 ദിവസം കണ്ടിട്ട് ലീവില്ല. 2 ദിവസം കഴിയുമ്പം ലീവ്. അപ്പം നാളെയും ലീവ് അല്ലേ? ശരി, വേഗം കഴിക്കും. പിന്നെ ഇന്ന് പോയിട്ടോ, ഇന്ന് പോയി. പിന്നെ നാളെ പോല. നാളെ എന്താ പരിപാടി? അല്ല, എന്ത് പരിപാടി? വീട്ടിൽ എന്താ പരിപാടി? വാച്ചിക്ക് കളിക്കണ്ടേ? കളിക്കാൻ നാളെ ലീവാണ്, അതുകൊണ്ട് കളിക്കാൻ വേണ്ടി ലീവ് എടുത്തു അല്ലേ? വാ, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടാ. എങ്ങനെയുണ്ട്? ഫ്രൂട്ട് എങ്ങനെയുണ്ട്? കൊള്ളാം. എന്നിട്ട് അംഗൻവാടി പോയിട്ട് എന്നാ പഠിച്ചേ? വാവച്ചിനോട് പഠിത്തം പായം ചോദിക്കാനേ പാടില്ല, കളിക്കത്തേ ഉള്ളൂ അല്ലേ? കളിയാണ് അല്ലേ? അതാണ് ഇഷ്ടം. അപ്പൊ സ്കൂളിൽ പോകാറാവുമ്പോഴോ? അപ്പോഴും പഠിക്കണം, കളിക്കണം അല്ലേ? രണ്ടും ചെയ്യണം. രണ്ടും ചെയ്യണം അല്ലേ? ഞാനീ ഇപ്പൊ ഭയങ്കര ചൂടുണ്ടല്ലോ അവിടെ. നന്നായിട്ട് ഇപ്പൊ ചൂടുണ്ടോ നിനക്ക്? ഇവിടെ ഭയങ്കര ചൂടുണ്ട് ഇപ്പം. നാട്ടിലൊക്കെ ഇപ്പം നല്ല ചൂടായിരിക്കും. ഈ മൂന്നാറിലെ ചൂടാണെങ്കിൽ നാട്ടിലൊക്കെ എന്ത് ചൂടായിരിക്കൂലേ? ഇല്ലേ ഞാനീ? അപ്പോൾ ഞാൻ കഴിച്ചിട്ട് കളിക്കാൻ പോകല്ലേ? ശരി, കഴിക്ക്. പിന്നെ ഓറഞ്ച് കഴിക്കുവാണല്ലേ? പിന്നെ കാണാല്ലേ? ഹെൽത്തി മാത്രമേ വാങ്ങിച്ച് കഴിക്കുള്ളൂ. ഹെൽത്തി ഫുഡ് മാത്രമേ കഴിക്കുള്ളൂ. അങ്ങനത്തെ ഫുഡൊന്നും കഴിക്കൂല. അതിപ്പോൾ കുറച്ച് മുന്നേ അംഗൻവാടി വിട്ട് കഴിഞ്ഞാൽ ഒരു സാധനം കഴിച്ചല്ല. അത് ഹെൽത്തി ആണോ? ആണോ? ഓ ഞാൻ അറിഞ്ഞില്ലായിരുന്നു കേട്ടാ. വാച്ചി കളിക്കാൻ പോവാ. ബാ കൊണ്ടുവിടാം. എവിടെ? കളിക്കാൻ പോകുന്ന ബാഗൊക്കെ ആയിട്ട്. ആ വെച്ചിട്ട് ബാഗ് നോക്കട്ടെ. കൊള്ളാട്ടോ.
ആച്ചിയുടെ ഫ്രണ്ടിൻ്റെ വീടെത്തി. പിന്നെതാ സ്കൂളാണോ? ടാറ്റാ. അപ്പോൾ അങ്ങനെ വാവച്ചിയുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ കളിക്കാനായിട്ട് കൊണ്ടുപോയിട്ട് കേട്ടോ. അപ്പം നോർമലി ഇവിടെയാണ് കളിക്കാൻ വരുന്നത്. പക്ഷേ ഇന്ന് വാവച്ചിയുടെ ഫ്രണ്ടിന് പഠിക്കാൻ, അതായത് ഹോംവർക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട് വാവച്ചി അങ്ങോട്ട് പോയി. വാവച്ചി ബാഗൊക്കെ ആയിട്ട് ഹോംവർക്ക് ചെയ്യാനായിട്ട്, വാവച്ചിക്ക് ഹോംവർക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട് വാവച്ചിയും പോയി. അപ്പം ഞാൻ ഈ സമയം, എനിക്ക് ഫ്രീ ഉള്ള സമയത്ത് ഇപ്പം ഒരു ചെറിയ ബുക്കുണ്ട് കേട്ടോ. അപ്പം ഇത് പുതിയ ബുക്കാണ്, പഴയ ബുക്ക് തീർന്നു. അതായത് ഇപ്പം എന്തെങ്കിലും ഒരാഴ്ചയിൽ ഇപ്പം എന്തെങ്കിലും വീഡിയോസോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ ഞാൻ ഈ ബുക്കിൽ എഴുതി വയ്ക്കും ഓരോന്നായിട്ട്. അപ്പം നമുക്കൊരു മോട്ടിവേഷനാണ്. അപ്പോൾ അത് ചെയ്യണം എന്നുള്ളൊരു ഒരു ഒരു മോട്ടിവേഷൻ നമുക്ക് തരും. അപ്പം ഈ ഒരാഴ്ചക്കുള്ളിൽ എന്തൊക്കെ ചെയ്യണം. അപ്പോൾ എക്സാമ്പിൾ നാളെ ഞാൻ എന്ത് വീഡിയോ ആണ് എടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് ഞാനിതിൽ എഴുതുമ്പം ഇപ്പം എനിക്കത് ചെയ്യാനായിട്ടുള്ള ഒരു മോട്ടിവേഷൻ ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പം നിങ്ങൾക്കും അതൊരു ചിലപ്പം ഒരു ടിപ്പാണെങ്കിലോ ഒരു മോട്ടിവേഷൻ ആണെങ്കിലോ നിങ്ങൾക്കും ഇങ്ങനെ എഴുതാം. അപ്പോൾ നാളെ എനിക്കൊരു വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട്, അത് ചെയ്യണം. പിന്നെ നാളെ ഇനി കുറച്ച് ദിവസങ്ങളായിട്ട് ഇനി എനിക്ക് ഫോക്കസ് ചെയ്യേണ്ടത് ഹെൽത്തി ഫുഡ് കഴിക്കണം എന്നാണ്. കാരണം കുറച്ച് നാളായിട്ട് ഞാൻ ഇപ്പോൾ ഹെൽത്തി ഫുഡ് കഴിക്കുന്നേ ഇല്ല, തോന്നുന്നതൊക്കെയാണ് കഴിക്കുന്നത്. അപ്പം അതൊന്ന് മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പം അതൊക്കെയാണ് ഇപ്പം വരുന്ന ആഴ്ചയിൽ ഇനി ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ എഴുതി വയ്ക്കണം. കാരണം ഞാൻ ഈ ഇടയ്ക്ക് ഞാൻ ബ്ലഡ് ചെക്ക് ചെയ്തു. എനിക്ക് ഭയങ്കര തലവേദനയും ഒരുമാതിരി ടയർഡൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ ബ്ലഡ് ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് എൻ്റെ ബോഡിയിൽ സോഡിയം കുറവാണ്, പിന്നെ അയണിൻ്റെ കുറച്ച് കുറവുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് നമ്മൾ ഹെൽത്ത് നന്നായിട്ട് നോക്കിയില്ലെങ്കിൽ പണി കിട്ടും എന്നെനിക്ക് മനസ്സിലായതോടെ ഞാൻ വീണ്ടും ഹെൽത്തി ഫുഡ് കഴിക്കാനുള്ളൊരു ഫോക്കസിലാണ്. അപ്പോൾ അതാണ് ഇപ്പം മെയിനായിട്ട് എഴുതേണ്ടത്. അതും വീഡിയോസ് എടുക്കുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ എഴുതിയിട്ട് എല്ലാം റെഡി ആക്കണം. അപ്പോൾ ഇനി അത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും വാവച്ചിനെ വിളിക്കാൻ പോകണം. അപ്പോൾ അതാണ് ഇപ്പോൾ അടുത്ത മെയിൻ പരിപാടികൾ. എന്ത് ചെയ്യായിരുന്നു ഞാൻ അവിടെ എത്തുന്നേരം? ഓ പിന്നെ എന്തൊക്കെ ചെയ്തു? അടിമാലിയിൽ ടീച്ചർ പോയാ? എന്നിട്ട് എപ്പോൾ വരും? ഓഹോ വാ. ഹലോ ഗൈസ്, ഇന്നലെ ഞാൻ സ്മൂത്തനിങ്ങിന്റെ കാര്യം പറഞ്ഞു, പക്ഷെ ഏത് പ്രൊഡക്റ്റാ യൂസ് ചെയ്ത് ഞാൻ പറഞ്ഞില്ലല്ലോ. ഏത് പ്രൊഡക്റ്റ്? അപ്പൊ എന്ത് എക്കോയാണോ? എൻ്റെ എക്കോയാണോ? അപ്പം സ്മൂത്തനിങ് ചെയ്ത് നല്ലതായിരുന്നു. പക്ഷെ വെൽവെറ്റ് ബീൻ പ്രൊഡക്റ്റ് ആണ് ഞാൻ യൂസ് ചെയ്തിട്ട്. അപ്പൊ അത് ഞാൻ പറയാൻ മറന്നു. അപ്പൊ ഞാൻ ഇന്നത് പറയാന്ന് ഓർത്തു. ഇതാണ് ഇതിന്റെ പ്രൊഡക്റ്റ്. ഇത് അതിന്റെ കണ്ടീഷണർ, ഇതിന്റെ ഷാമ്പു, പിന്നെ ഹെയർ സെറം ഉണ്ട്. അത് വെൽവെറ്റ് ബീൻ കേട്ടോ. അപ്പം ഞാൻ ഇതിന് മുന്നേ ഒരു 3-4 വർഷങ്ങൾക്ക് മുന്നേ സ്മൂത്തനിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ യൂസ് ചെയ്ത പ്രൊഡക്റ്റ് ലോറിയിലായിരുന്നു. അപ്പൊ ലോറിയിൽ വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു, നല്ല പ്രൊഡക്റ്റ് ആണ്. ഫസ്റ്റ് ടൈമാണ്, ഒരു മിനിറ്റ് കുട്ടാ, ഫസ്റ്റ് ടൈമാണ് വെൽവെറ്റ് ബീന്റെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതിപ്പോ ചെയ്തപ്പം നല്ല രസമുണ്ട്, നല്ല ഭംഗിയുണ്ട്, എല്ലാം അടിപൊളിയാണ്. കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഈ പ്രൊഡക്റ്റ് നല്ലതാണോ, അപ്പൊ കുറെ എത്ര നാൾ നിൽക്കും എന്നൊക്കെ പറയാൻ പറ്റുക. അപ്പൊ ഞാനിത് വഴിയെ അപ്ഡേറ്റ് ചെയ്യാം എങ്ങനെയുണ്ട് പ്രൊഡക്റ്റ് എന്നൊക്കെ. അപ്പം നാളെ ശിവരാത്രിയാണ്. നാളെ ഞാൻ ശിവരാത്രി. അപ്പൊ അമ്പലത്തിൽ പോകുന്ന കാര്യമാണ് വാച്ചി പറയുന്നത്. നാളെ ഭവന് കൊണ്ടുപോകത്തില്ല.
അതാണ് പറഞ്ഞു വന്നത്. ഇപ്പൊ നാളെ ശിവരാത്രിയാണ്. ശിവരാത്രി അതിന്റെ വ്ലോഗ് നമ്മൾ അപ്പൊ അതാണ്. അപ്പം വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇന്ന് വാവച്ചി അംഗൻവാടി പോയിട്ടില്ല. അതാണ് ഇന്ന് ഏറ്റവും വലിയ പ്രത്യേകത. ഇന്നെന്താ അംഗൻവാടി പോകാത്തെ? ഇന്ന് വാവച്ചിക്ക് മാത്രം ലീവാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് വാവച്ചി അംഗൻവാടി പോയിട്ടില്ല. അപ്പൊ നമ്മുടെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ. അപ്പം നമ്മുടെ വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എന്ത് ചെയ്യണം വാവച്ചി? കമന്റ് ചെയ്യണം. പിന്നെ എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഷെയർ ചെയ്യണ്ടേ? അപ്പോൾ ഷെയർ ചെയ്യണം. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ. ഓക്കെ.